വേടൻ്റെ പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാവിൽ തത്തിക്കളിക്കുന്നതായാലും ഇപ്പം പിന്നെ ഈ ഇൻസ്റ്റാ റീൽസ് നമ്മൾ കാണുമ്പോൾ റീൽസിൽ വരുന്ന പാട്ടുകൾ പെട്ടെന്ന് നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇപ്പം എപ്പോഴും പെട്ടെന്ന് വേടൻ്റെ എല്ലാ പാട്ടുകളും മനസ്സിലേക്ക് വരാറുണ്ട്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കടലമ്മ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. കടൽ നമ്മളിങ്ങനെ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ്. അപ്പം കടൽ അത്രയ്ക്കും നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പം കടലിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും കുറിച്ചുള്ള പാട്ടാണത് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ പാട്ടിങ്ങനെ കേൾക്കാറുണ്ട്. നമ്മുടെ വായിൽ എപ്പോഴും ആ പാട്ട് വരും. തത്തിക്കളിക്കുന്നൊരു പാട്ടാണ് വേടൻ്റെ പാട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രണയ ഗാനം മോണലോവേ, അതിപ്പം വളരെ ഹിറ്റായ ഒന്നാണല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് വലിയ ഇഷ്ടം വ്യക്തിപരമായി തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു അംബേദ്കറിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയമാണല്ലോ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, ആ വരി തന്നെ വലിയ ഒരു സ്വാധീനിക്കുന്ന വരിയാണ്. അപ്പം ആ പാട്ടൊക്കെ വരുന്ന സമയത്തെ നമ്മൾ വേടൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു ആരാധികയായി നിൽക്കുക. അതിനകത്തൊരു അതിലെ വരികൾക്കകത്തുള്ളൊരു അഭിപ്രായം, അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനവിടെ, അതൊരു മാറ്റമാണല്ലോ, അങ്ങനൊരു ശൈലിയിലുള്ള വരികളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നു എന്നുള്ളത് ഞാനവിടെ സൂചിപ്പിച്ചതാണ്. അത് ആ സദസ്സ് വളരെ പോസിറ്റീവായി മനസ്സിലാക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ട്രോളന്മാർ സുഹൃത്തുക്കളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരത് കട്ട് ചെയ്ത് കോമഡിയാക്കിയൊക്കെ പുറത്തു വിടുമല്ലോ. അതങ്ങനെ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാത്തിരുന്ന വെണ്ണല്ലേ, അത് ആ കെമിസ്ട്രി ലാബിനകത്ത് രാത്രി ചാർജിന് ശേഷം പൃഥ്വിരാജും കാവ്യയും കൂടെ വന്ന് സുഖവും താരയും അവർ വന്നിങ്ങനെ ഇരുന്ന് അന്നത്തെ ദിവസം അവർ അവിടെ ക്യാമ്പസിനകത്തായി പോകുന്നു എന്നുള്ളതും, അപ്പം അത് ആ പാട്ടും അതിൻ്റെ ഒരു തുടക്കത്തിലുള്ളൊരു ഭാഗമുണ്ട്. അതെല്ലാം അത് തിയേറ്ററിലിരുന്ന് കാണുമ്പം വല്ലാത്തൊരു ഫീലായിരുന്നു. അതിപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പിന്നെ ഒരു ഇലക്ഷൻ സോങ് ഉണ്ട് അതിനകത്ത്, വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്. അത് ഭയങ്കര രസമാണ്. എല്ലാ പാട്ട് കേൾക്കുമ്പോഴും തോന്നും ഗായികയായിരുന്നെങ്കിൽ ഇതൊക്കെ പാടായിരുന്നല്ലോ. പക്ഷേ അങ്ങനെ ഒരു ഗായികയായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നെ ചെറുപ്പത്തിൽ മമ്മിയും പപ്പയും പാട്ട് പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പാട്ട് പഠിപ്പിക്കാൻ മാഷ് വീട്ടിൽ വന്നു. അപ്പം എൻ്റെ തുടക്കമൊക്കെ പഠിപ്പിച്ച് തുടങ്ങി. അപ്പം എൻ്റെ ഇപ്പോഴത്തെ അതേ സ്വഭാവമാണ്. ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ പതിയെ പഠിപ്പിക്കണ്ട, എനിക്ക് പെട്ടെന്ന് പാടാൻ പറ്റുന്നൊരു പാട്ട് പഠിപ്പിക്കാമോ. അപ്പം മാഷ് പറഞ്ഞല്ലേ ഇതിനൊരു രീതിയുണ്ട്, അങ്ങനെ ബേസിക്സ് പഠിച്ച് പോകണം. അപ്പോൾ പിന്നെ അത്രയും ക്ഷമയില്ലായിരുന്നു. അങ്ങനെ ആ പരിശ്രമം പരാജയപ്പെട്ടു. തിരക്കേറിയ ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ പലപ്പോഴും നമുക്ക് വീണ് കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. പലപ്പോഴും രാത്രികളിലും വീടുകളിൽ ഇരിക്കുന്ന രാത്രി സമയങ്ങളിലായിരിക്കും ചിലപ്പോൾ യാത്രകളായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ചിന്തിക്കാനും റിലാക്സ് ആയിരിക്കുന്ന സമയം. ഈ സമയത്ത് പാട്ടുകളെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഏതൊക്കെ പാട്ടുകളെക്കുറിച്ചാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ ആലോചിക്കാറ്? നമസ്കാരം, എൻ്റെ പേര് ചിന്താ ജെറോ. പാട്ടുകൾ പൊതുവേ എല്ലാവരെയും പോലെ പാട്ട് വളരെയധികം ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഒരു മൂഡിന് എപ്പോഴും അനുയോജ്യമായ പാട്ടുകൾ കേൾക്കാനാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്. ഞാൻ പൊതുവേ എനിക്ക് കുറച്ച് നല്ല ഫാസ്റ്റായിട്ടുള്ള പാട്ടുകളൊക്കെ പൊതുവേ ഇഷ്ടമാണ്. കാരണം അത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് എനർജറ്റിക് ആവും, കുറച്ചുകൂടെ ഹാപ്പി ആവും. അപ്പം ഞാൻ പൊതുവേ എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലുള്ള പാട്ടുകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വേടൻ്റെ പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാവിൽ തത്തിക്കളിക്കുന്നതായാലും ഇപ്പം പിന്നെ ഈ ഇൻസ്റ്റാ റീൽസ് നമ്മൾ കാണുമ്പോൾ റീൽസിൽ വരുന്ന പാട്ടുകൾ പെട്ടെന്ന് നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇപ്പം എപ്പോഴും പെട്ടെന്ന് വേടൻ്റെ എല്ലാ പാട്ടുകളും മനസ്സിലേക്ക് വരാറുണ്ട്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കടലമ്മ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ.
അപ്പം ശരിക്കും ആ വരികൾ വ്യക്തിപരമായി എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ താമസിക്കുന്നത് കൊല്ലത്താണ്. ബീച്ചിൻ്റെ എല്ലാം വളരെ അടുത്താണ് ഞങ്ങളുടെ വീട്. മിക്ക ദിവസങ്ങളിലും നമ്മൾ കടലിനോട് ചേർന്നുള്ള പ്രദേശത്തൂടെ യാത്ര ചെയ്യാറുണ്ട്. ആ മേഖലയിൽ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ പൊതുപ്രവർത്തനമൊക്കെ തീർച്ചയായും ഒരാഴ്ചയിൽ 3-4 ദിവസം ആ മേഖലയിലെല്ലാം പോകാറുണ്ട്. അപ്പം കടൽ നമ്മളിങ്ങനെ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ്. അപ്പം കടൽ അത്രയ്ക്കും നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പം കടലിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും കുറിച്ചുള്ള പാട്ടാണത് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ പാട്ടിങ്ങനെ കേൾക്കാറുണ്ട്. നമ്മുടെ വായിൽ എപ്പോഴും ആ പാട്ട് വരും. തത്തിക്കളിക്കുന്നൊരു പാട്ടാണ് കടൽ വേടൻ്റെ പാട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രണയ ഗാനം മോണലോവേ, അതിപ്പം വളരെ ഹിറ്റായ ഒന്നാണല്ലോ. അപ്പോൾ അതൊരു വളരെ ഓപ്റ്റിമിസ്റ്റിക്കായൊരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ശുഭാപ്തി പ്രതീക്ഷ നൽകുന്ന ഒരു പാട്ട്. അപ്പം നമ്മുടെ PB ഷെല്ലിയുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിനകത്ത് അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് ശിശിരകാലമെങ്കിൽ വസന്തം അധികം അകലെയല്ല, ഇഫ് വിൻ്റർ കംസ് ഷാൽ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്ന് പറയുന്നുണ്ട്. അത് ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു വരിയാണ്. എനിക്ക് തോന്നുന്നു ഈ മോണലോവേ എന്നുള്ള പാട്ടിനകത്ത് മോണലോവേ, മോഹലാവേ, എൻ്റെ നാളെയെ എന്നുള്ള ഒരു വാക്കുണ്ട്. അപ്പം എൻ്റെ നാളെയെ എന്ന് പറയുന്നതിനകത്ത് ആ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, ആ ഒരു വലിയ നല്ലതിലേക്കുള്ള ഒരു പോക്കിനായിട്ടുള്ളൊരാഗ്രഹം ഉണ്ട്. അപ്പോൾ പല വരികളും അതിൽ സ്വാധീനിക്കുന്നതാണ്. അപ്പം ഇപ്പം കുറച്ച് നാളുകളായി അദ്ദേഹത്തിൻ്റെ ഒരു വരികളും പാട്ടുകളും, കേരളത്തിൻ്റെ ബോബ് മാർലി എന്ന് പറയുമല്ലോ, നമ്മൾ ആ ഒരു സ്നേഹത്തോടു കൂടി, വളരെ ചെറുപ്പക്കാരനാണ്, നമ്മുടെ ഒരു കുഞ്ഞനിയനെ പോലെയെല്ലാം സ്നേഹിക്കാൻ കഴിയുന്ന ആ ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തോട് വലിയ ഇഷ്ടം വ്യക്തിപരമായി തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു അംബേദ്കറിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയമാണല്ലോ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പം രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വം, ആ മരണം, അന്ന് ഞാൻ SFIയുടെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകയാണ്. അപ്പം ഞങ്ങളന്ന് ക്യാമ്പസുകളിൽ വലിയ പ്രതിഷേധം നടത്തുന്നു. അന്ന് തൊട്ട് നമ്മൾ ഉയർത്തുന്നൊരു മുദ്രാവാക്യം, ഒരുപക്ഷെ അന്ന് വരെ നമ്മൾ ലാൽ സലാമാണ് പറഞ്ഞതെങ്കിൽ ലാൽ സലാമിനോടൊപ്പം തന്നെ നീൽ സലാമും നമ്മൾ പറയുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പുതിയ അറിവ് ആ സമയത്ത് വരികയാണ്. എനിക്ക് വ്യക്തിപരമായി വലിയ അടുപ്പമുണ്ട് രോഹിത് വെമുലയുടെ അമ്മയുമായിട്ട്. അമ്മ ഒരുപാട് ഞങ്ങളുടെ കോൺഫറൻസുകളിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു കോൺഫറൻസിൽ കണ്ട് ഞാൻ പരിചയപ്പെട്ട് പിന്നീട് ഒരു കോൺടാക്റ്റൊക്കെ ഉണ്ട്. പിന്നെ കാണുമ്പോഴും എന്നെ പേര് വിളിച്ച് ഓർത്തെടുക്കുന്നുണ്ട് ആ അമ്മ. ശരിക്കും അവരുടെ മകൻ ഒരു റിസർച്ച് സ്കോളറായി വന്ന് ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജാതീയമായി അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മരണത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതെല്ലാം നമ്മളെ ഞെട്ടിപ്പിച്ചതാണ്. അപ്പോൾ അന്ന് തൊട്ടേ ഈ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ട്. അതിപ്പം നമ്മുടെ മലയാളിയായിട്ടുള്ള ഹിരൺ വേടൻ അദ്ദേഹം അത് പാടുന്നു, അത് കേൾക്കാൻ ചെറുപ്പക്കാർ ഒത്തുകൂടുന്നു, ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊല്ലത്ത് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ നടന്നപ്പം അദ്ദേഹത്തെ ഒന്ന് നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നെടുത്ത് വലിയ തോതിൽ പരിശ്രമിച്ചിരുന്നു. അപ്പം മോണലോവയായാലും അതേപോലെ തന്നെ കടലമ്മ ആ പാട്ടായാലും പുതിയ അദ്ദേഹത്തിൻ്റെ ഇപ്പം നരിവേട്ടയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അത് വലിയ ഇഷ്ടമാണ്. അതിലെ വരികൾ, അതിനകത്തെ രാഷ്ട്രീയമെല്ലാം വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതാണ് ഏറ്റവും റീസെൻ്റായി നിൽക്കുന്ന ഇഷ്ടം. ഈ വേടൻ്റെ പാട്ടുകൾ നേരത്തെ കേട്ടിരുന്നോ? അങ്ങനെ എന്തെങ്കിലും? നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചധികം നാളുകളായി. അതായത് ഈ ഒരു അറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. കൊല്ലത്ത് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുമ്പ് അദ്ദേഹം പരിപാടിക്ക് വന്നിരുന്നു. ആ പരിപാടിയിൽ അദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ട് കോളേജ് യൂണിയനിലെ കുട്ടികളൊക്കെ ഞാനുമായിട്ട് ഇങ്ങനെ വേടൻ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ കൊല്ലത്തില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം കുറച്ച് നാളുകളായല്ലോ ഇങ്ങനെ ശ്രദ്ധേയമായി വന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം
വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, ആ വരി തന്നെ വലിയൊരു എന്താണ് സ്വാധീനിക്കുന്ന വരിയാണ്. അപ്പം ആ പാട്ടൊക്കെ വരുന്ന സമയത്തെ നമ്മൾ വേടൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ആരാധികയായി നിൽക്കുകയാണ്. പക്ഷെ പിന്നീട് കൂടുതൽ ഇപ്പോൾ പാട്ടുകൾ കേൾക്കുന്നു എന്നുള്ളതാണ്. ഈ കൊല്ലത്ത് മലയാള സിനിമയിലെ ഒരുപാട് സിനിമകൾ ഇവിടെ പാട്ട് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. കൊല്ലത്തിന് കടൽ തീരത്തും മറ്റ് വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തെല്ലാം ആ പാട്ട് സീനുകൾ കാണുമ്പോൾ ഏതാണ് പ്രധാനമായും മനസ്സിൽ വരുന്ന ഏതെങ്കിലും പാട്ട് സീൻ ഉണ്ടോ? ഒരുപാടുണ്ട്. ഇപ്പം കൊല്ലത്തിൻ്റെ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, AKG ജയിൽ മോചിതനായി വന്നപ്പോൾ കൊല്ലം SM കോളേജിലെ ഒരു AKG സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നൊരു ഗാനം അവതരിപ്പിച്ചു. അത് എഴുതിയത് ശ്രീ ONV ആണ്. ONV അത് എഴുതിയപ്പോൾ അതിന് സംഗീതം നൽകിയത് പരവൂരിൽ നിന്ന് വന്നൊരു വിദ്യാർത്ഥിയാണ്, ദേവരാജൻ. അങ്ങനെ ആ AKG ജയിൽ മോചിതനായി വന്ന് കൊല്ലം SM കോളേജിൽ വെച്ച് ആലപിച്ച അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ആലപിച്ച പാട്ടാണ് പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്നുള്ളത്. ONVയുടെ വരികൾ പരവൂർ ജി ദേവരാജൻ മാഷ് സംഗീതം നൽകി. അപ്പം കൊല്ലത്തെ ക്യാമ്പസുകളുടെ ഒരു സംഭാവന എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. കൊല്ലത്തിന് അതുപോലെ ഒരുപാട് ഇത്തരം പാരമ്പര്യങ്ങളുണ്ട്. ഇപ്പം ഏറ്റവും റീസെൻ്റായി ഇറങ്ങിയ പടമാണല്ലോ പൊന്മാൻ. പൊന്മാനിനകത്ത് കൊല്ലത്തിൻ്റെ പാട്ട് തന്നെയുണ്ട്. അതിൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും പറയുന്നുണ്ട്. ചിന്നക്കടയായാലും ചാമക്കടയായാലും വിളക്കുമരമായാലും കശുവണ്ടി മേഖലയിലെ നമ്മുടെ ഒരു ചരിത്രം എല്ലാം പറയുന്ന നിലയിലേക്കാണ് കൊല്ലത്തിൻ്റെ പാട്ടായിട്ടാണ് പൊന്മാനിലെ ബേസിൽ അഭിനയിച്ച സിനിമയിലെ പാട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ കൊല്ലംകാരനാണ്, അജിത് വിനായകൻ. അപ്പോൾ വലിയ തോതിൽ കൊല്ലത്ത് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു പാട്ടായിട്ടാണ് എനിക്ക് ആ പാട്ട് തോന്നിയിട്ടുള്ളത്. ക്ലോക്ക് ടവർ അതിൽ പ്രധാനമായിട്ട് കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞാനും പപ്പയും മമ്മിയും കൊല്ലത്തിൻ്റെ ഇത്തരം ഇടങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ പോകാറുണ്ട്. കൊല്ലത്തുനിന്ന് പ്രധാന കടകളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. പപ്പ ഞങ്ങൾക്ക് എന്നെ മമ്മിയും കൊണ്ട് ഭക്ഷണം എല്ലാം മേടിച്ച് തരും. അപ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതത്തെ കാണുന്ന സാധനങ്ങളെല്ലാം കൊല്ലത്തിൻ്റെ ഒരു ചരിത്രത്തിനകത്തൊരു വ്യാവസായിക ബന്ധമുണ്ട് ചൈനയുമായിട്ടെല്ലാം. അപ്പം ചിന്നക്കട എന്ന് പറയുന്നത് തന്നെ ചീനക്കടയാണ്. പഴയ ചൈനയുടെ ആയിട്ടെല്ലാം ഉള്ള വ്യാപാര ബന്ധങ്ങൾ ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം ക്ലോക്ക് ടവർ, വിളക്കുമരം, ചിന്നക്കട, ചാമക്കട എല്ലാം നമ്മുടെ അവിടുത്തെ കടൽ എല്ലാം നമുക്ക് വളരെ പരിചിതമാണ്. അപ്പോൾ ആ ഒരു പാട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, റീസെൻ്റായിട്ട് വന്ന പാട്ട്. നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ദേവരാജൻ മാഷിൻ്റെ ആ സംഗീതം നൽകിയ ആ പാട്ട് പൊന്നരിവാളമ്പിളിയിൽ, അതൊന്ന് 2 വരി പാടാമോ? അല്ല, ഞാൻ പൊതുവെ സ്വന്തമായിട്ട് പാടുന്നതല്ലാതെ എനിക്ക് അങ്ങനെ ഒരു സദസ്സിൽ പാടാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് പാട്ട് നന്നായി കേൾക്കുകയും ആസ്വദിക്കുകയും എല്ലാം ചെയ്യും. പക്ഷെ അങ്ങോട്ടൊരു പാട്ടായി പാടാനായിട്ട് പലപ്പോഴും അതിനുള്ളൊരു കഴിവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാട്ട് പാടുന്നവരോട് വലിയ സ്നേഹവും ഇഷ്ടവും എല്ലാം തോന്നുന്നത്. ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് മോഹൻലാലിൻ്റെ ആ സിനിമയിലെ പിന്നെ മറ്റേ ജിമിക്കി കമൽ. അതെന്താണ് അങ്ങനെ വിവാദം ഉണ്ടാവാൻ കാരണം? അത് യഥാർത്ഥത്തിൽ ഞാൻ പലയിടത്തും വിശദീകരിച്ചതാണ്. അന്നൊരു പ്രസംഗം അതിൽ തന്ന വിഷയം മാറുന്ന യുവത എന്നതായിരുന്നു. അപ്പം നമ്മുടെ മാറുന്ന അഭിരുചികളെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അപ്പം ഇപ്പോൾ ആ സമയത്ത് ഹിറ്റായി നിന്നൊരു പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഈ പാട്ടുകളൊക്കെ ഹിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിലെ ഓരോ വരികളെ കുറിച്ചൊക്കെ പറഞ്ഞു പോയതാണ്. അതങ്ങനെ ഒരു വിവാദമാകാൻ പാകത്തിലുള്ള ഒന്നാണ് എന്ന ബോധ്യം എനിക്ക് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സംഗീതവും സിനിമാ ഗാനങ്ങളും എല്ലാം ആസ്വദിക്കുന്ന ആളാണ് എല്ലാവരെയും പോലെ. പക്ഷേ അതിലെ വരികൾക്കകത്തുള്ളൊരു അഭിപ്രായം, അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനവിടെ, അതൊരു മാറ്റമാണല്ലോ, അങ്ങനൊരു ശൈലിയിലുള്ള വരികളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നു എന്നുള്ളത് ഞാൻ അവിടെ സൂചിപ്പിച്ചതാണ്. അത് ആ സദസ്സ് വളരെ പോസിറ്റീവായി മനസ്സിലാക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ട്രോളന്മാർ സുഹൃത്തുക്കളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരത് കട്ട് ചെയ്ത് കോമഡിയാക്കിയൊക്കെ പുറത്തു വിടുമല്ലോ. അതങ്ങനെ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
അതിൽ വലിയ ഞാൻ വലിയ ഗൗരവം കൊടുക്കുന്ന കാര്യമല്ല അതൊന്നും. അതൊക്കെ അതിൻ്റെ ഒരു വഴിയിൽ പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഒരുപാട് സിനിമാ പാട്ടുകൾ പാരഡി ഗാനങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നല്ലതാണ് എന്ന്? അല്ല, അത്രയും ജനസ്വാധീനം ഉള്ളത് കൊണ്ടല്ലേ ഒരു പാട്ടിന് പാരഡി ഇറങ്ങുക എന്നുള്ളത്. അതെനിക്ക് ശരിക്കും ആ പാട്ടിൻ്റെ ഒരു വിജയമാണ്. കാരണം ഒരു പാട്ടിൻ്റെ പാരഡി മറ്റൊരു പാട്ട് വരികളായി ഇറങ്ങുന്നു എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതൊക്കെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എപ്പോഴും നാദിർഷാ ചേട്ടൻ്റെ അതേപോലെ അവരുടെ എല്ലാം പാരഡി പാട്ടുകളുടെ കാസറ്റുകൾ അന്ന് ഒരുപാട് വാങ്ങി കേൾക്കുമായിരുന്നു. ഓണക്കാലം ആകുമ്പോൾ കാത്തിരിക്കും അവരുടെ പാരഡി പാട്ടുകളൊക്കെ വരുന്നതിന് വേണ്ടി. അത് എനിക്കിപ്പോഴും ഓർമ്മയുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു +2 കാലത്തൊക്കെ അന്ന് ആൽബം സോങ്സ് ഭയങ്കര ക്ലിക്കായിരുന്ന സമയമാണ്. ഓർമ്മയ്ക്കായി, നിനക്കായി, അങ്ങനെ ഒരുപാട് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ എല്ലാം. അപ്പം നമ്മുടെ ആ സമയത്ത് ഒരു സ്കൂൾ ജീവിതവും ഈ പാട്ടുകളും, വൈകുന്നേരം സ്കൂള് വിട്ട് 4:30 വരുമ്പം ഇതിൻ്റെ ഒരു അവതരണമുണ്ട് പാട്ടുകൾക്ക് വേണ്ടി മാത്രം. അപ്പം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അന്നത് അവതരിപ്പിച്ചിരുന്നത് വീണയാണ്. വീണയുടെ ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് ആ പ്രോഗ്രാമിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അതിൽ എന്താണ് നമ്മുടെ ആൽബം സോങ്സ് മാത്രം അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അത് ഞാൻ എപ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ കേൾക്കും. അപ്പം ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം. അപ്പോൾ അതൊക്കെ വളരെ, അതും എനിക്ക് തോന്നുന്നു ദാസേട്ടനാണ് അത് പാടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹരമായ ഒരു എന്താണ് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു വരികൾ, അതിൻ്റെ സംഗീതം, പിന്നെ ദാസേട്ടൻ്റെ ആ ശബ്ദം, അതെല്ലാം എനിക്ക് ഭയങ്കര ഒരു ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ളതാണ്. ആ സമയത്ത് ഹിന്ദി ആൽബംസും നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. കുറേ നല്ല നല്ല പാട്ടുകൾ ആ സമയത്ത് വരുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളായിട്ടുള്ളതാണ്. പിന്നെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ. അപ്പോൾ അത് ഇപ്പോൾ കാറിൽ പോയാലും നമ്മൾ യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്തുള്ള യാത്രകളിലൊക്കെ അമ്മയും കൂടെ കാണും. അപ്പോൾ അമ്മ എപ്പോഴും നമ്മുടെ വണ്ടി ഓടിക്കുന്ന അരുണിനോട് പറയാം അമ്പലപ്പുഴ ഇടന്ന് പറയും. അപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ യാത്ര ചെയ്താണ് വരുന്നതെങ്കിൽ അവിചാരിതമായിട്ടായിരിക്കും, പക്ഷെ അമ്പലപ്പുഴ ഒക്കെ എത്താറാവുമ്പോൾ, ആലപ്പുഴയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ പാട്ട് പ്ലേ ചെയ്യാറുണ്ട്. അപ്പം മമ്മിക്കത് വലിയ സന്തോഷമാണ്. അപ്പോൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടെന്നുള്ള പാട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ട് മമ്മി കേൾക്കുന്ന പാട്ടാണ്. എൻ്റെ ഒരു കോളേജ് ജീവിത കാലത്താണ് ക്ലാസ്മേറ്റ്സ് സിനിമ പുറത്തിറങ്ങുന്നത്. അത് ഞാൻ 6-7 തവണ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. കാരണം ക്ലാസ്മേറ്റ്സ് ഇറങ്ങുന്നൊരു സമയമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ ഞങ്ങളുടെ ക്യാമ്പസുമായി ബന്ധപ്പെട്ടാണ്, ഫാത്തിമ കോളേജുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ കഥാകൃത്ത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ ജെയിംസ് ആൽബർട്ട് സാറ് ഫാത്തിമ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് കോളേജിൽ നിന്ന് തന്നെ കൊണ്ട് കാണിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഞങ്ങളെല്ലാവരും പോയി കണ്ടു. അതുപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പോയി കണ്ടു. അങ്ങനെ ഒരു 6-7 തവണ തിയേറ്ററിൽ പോയി പടം കണ്ടു. അപ്പോൾ എനിക്ക് എല്ലാ പാട്ടുകളും വലിയ ഇഷ്ടമാണ്. അതിൽ ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് എല്ലാം നന്നായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അതിൽ കാത്തിരുന്ന വെണ്ണല്ലേ, അത് ആ കെമിസ്ട്രി ലാബിനകത്ത് രാത്രി ചാർജിന് ശേഷം പൃഥ്വിരാജും കാവ്യയും കൂടെ വന്ന്, സുഖവും താരയും അവർ വന്നിങ്ങനെ ഇരുന്ന് അന്നത്തെ ദിവസം അവർ അവിടെ ക്യാമ്പസിനകത്തായി പോകുന്നു എന്നുള്ളതും, അപ്പം ആ പാട്ടും അതിൻ്റെ ഒരു തുടക്കത്തിലുള്ളൊരു ഭാഗമുണ്ട്. അതെല്ലാം അത് തിയേറ്ററിലിരുന്ന് കാണുമ്പം വല്ലാത്തൊരു ഫീലായിരുന്നു. അതിപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതുപോലെ തന്നെയാണ് അതിൽ എൻ്റെ കൽബിലെ വെണ്ണിലാവുനി നല്ല പാട്ടുകാര, അതും ഇഷ്ടമാണ്. പിന്നെ ഒരു ഇലക്ഷൻ സോങ് ഉണ്ട് അതിനകത്ത്, വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, അത് ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്യാമ്പസിൽ ഞങ്ങൾ പലപ്പോഴും ക്യാമ്പയിൻ്റെ ഇടയിൽ പറയാറുണ്ട്, നല്ല സഖാവിന് ഒരു വോട്ട് തരൂ, അതിനകത്ത് വരികളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഭയങ്കര, ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്, ലാൽ ജോസ് സാറിൻ്റെ സിനിമയാണ്. അപ്പോൾ ആ സിനിമ അതിലെ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെട്ടതാണ്. ഈ പാട്ടുകളെല്ലാം പ്രത്യേകം ഓർത്തിരിക്കുന്നതാണ്.
ക്യാമ്പസ് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. പിന്നീട് അടുത്തിടയ്ക്ക് വേറൊരു പാട്ടിടയ്ക്കൊന്ന് എപ്പോഴും നാവിൽ തത്തി കളിക്കുമായിരുന്നു. അത് വിനീത് ശ്രീനിവാസൻ്റെ അരവിന്ദൻ്റെ അതിഥികൾ എന്ന സിനിമയ്ക്കകത്ത്, നമ്മുടെ നിഖില വിമലെല്ലാം ഉള്ള സിനിമയ്ക്കകത്ത് റാസാത്തി എന്നെ വിട്ടു പോകാതെടി എന്നുള്ള പാട്ട്, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അത്തരം പാട്ടുകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫാസ്റ്റ് നമ്പേഴ്സാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കുറച്ചെല്ലാം മെലഡി പാട്ടുകളാണ്. പക്ഷേ എങ്കിലും പൊതുവേ ഫാസ്റ്റ് പാട്ടുകൾ കേട്ടാൽ ഞാൻ ഭയങ്കര എനർജറ്റിക് ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അത്തരം പാട്ടുകളെല്ലാം ഇട്ട് കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ തമിഴ് പാട്ടുകളിൽ പാക്കാതെ എന്നെ പാക്കാതെ എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പിന്നെ എൻ്റെ നെഞ്ചാകെ നീയല്ലേ, അമ്പിളിയിലെ പാട്ട്, ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഹരിവരാസനം ഒരു പ്രത്യേക സുഖമാണ് ഹരിവരാസനം കേൾക്കുമ്പോൾ. അത് പലപ്പോഴും മമ്മിക്കും വലിയ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ പണ്ട് മമ്മിയും പപ്പായും കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഇവിടെ കൊല്ലത്ത് കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകരായിരുന്നു. കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിനോട് ചേർന്ന് സ്കൂളിൻ്റെ ഒരേ മതിലിൽ തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്. അതിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ഞങ്ങൾക്ക് ഈ പാട്ട് അവിടെ കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വൈകാരികമായ അടുപ്പം ഹരിവരാസനം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരാറുണ്ട്. അങ്ങനെ പല പാട്ടുകൾ. പിന്നെ വിപ്ലവ ഗാനങ്ങൾ കുറേയധികം ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള പാട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചുവപ്പ് എന്ന് പറഞ്ഞ് സിത്താരയുടെ ഒരു പാട്ടുണ്ട്, സിത്താര കൃഷ്ണകുമാറിൻ്റെ. അതിൽ ചുവപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വളരെ രസകരമായിട്ടുള്ളൊരു വരികളാണ്. അത് നമ്മളെ വളരെ സ്വാധീനിക്കുന്ന വരികളാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചുവപ്പ് അതിങ്ങനെ കേൾക്കാറുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ ഇഷ്ടമുള്ള പാട്ട്. ഏതെങ്കിലും പാട്ട് കേട്ട് ഗായികയാവണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാ പാട്ട് കേൾക്കുമ്പോഴും തോന്നും ഗായികയായിരുന്നെങ്കിൽ ഇതൊക്കെ പാടായിരുന്നല്ലോ. പക്ഷേ അങ്ങനെ ഒരു ഗായികയായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നെ ചെറുപ്പത്തിൽ മമ്മിയും പപ്പയും പാട്ട് പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പാട്ട് പഠിപ്പിക്കാൻ മാഷ് വീട്ടിൽ വന്നു. അപ്പം എൻ്റെ തുടക്കമൊക്കെ പഠിപ്പിച്ച് തുടങ്ങി. അപ്പം എൻ്റെ ഇപ്പോഴത്തെ അതേ സ്വഭാവമാണ്. ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ പതിയെ പഠിപ്പിക്കണ്ട, എനിക്ക് പെട്ടെന്ന് പാടാൻ പറ്റുന്നൊരു പാട്ട് പഠിപ്പിക്കാമോ. അപ്പം മാഷ് പറഞ്ഞല്ല, ഇതിനൊരു രീതിയുണ്ട്, അങ്ങനെ ബേസിക്സ് പഠിച്ച് പോകണം. അപ്പോൾ പിന്നെ അത്രയും ക്ഷമയില്ലായിരുന്നു. അങ്ങനെ ആ പരിശ്രമം പരാജയപ്പെട്ടു. മമ്മി ഇപ്പോഴും പറയും, സാറ് വന്നു, പരവൂരിൽ നിന്നായിരുന്നു ഒരു മാഷ് പഠിപ്പിക്കാൻ വന്നത്, വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ കൂടെ അന്ന് 2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അവർ നന്നായി പഠിച്ചു. അവരൊക്കെ നന്നായി പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ടിനോടൊപ്പം അഭിനയത്തിൽ താല്പര്യം ഉണ്ടോ? അല്ല, അഭിനയത്തിൽ അങ്ങനെയല്ല. എനിക്ക് പൊതുവെ കല എല്ലാം ഇഷ്ടമാണ്. സിനിമ, നാടകത്തിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടികളുടെ ഒരു സിനിമയ്ക്കകത്ത് നായികയായിട്ട് അഭിനയിച്ചു. അമ്മുവിൻ്റെ പിറന്നാൾ എന്നാണ് ആ സിനിമയുടെ പേര്. സിനിമയെന്ന് പറഞ്ഞാൽ ചെറിയ ദൈർഘ്യമുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. മുകേഷ് ഏട്ടൻ്റെ അച്ഛൻ ഓമാധവൻ സാർ അന്ന് കൊല്ലത്ത് ഒരു ക്യാമ്പ് നടത്തിയിരുന്നു, നാടക ക്യാമ്പും സിനിമാ കളരിയെല്ലാം. അതിനകത്ത് സ്കൂളിൽ നിന്ന് പങ്കെടുക്കാൻ പോയപ്പോൾ എന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ അമ്മുവിൻ്റെ പിറന്നാളെന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത്. അപ്പം അതെല്ലാം അങ്ങനെ. അതുപോലെ ഇതൊക്കെ പറയുമ്പോഴേ കവിതകൾ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇഷ്ടമാണ് കവിതകൾ കേൾക്കാനായിട്ട്. അപ്പോൾ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിനി നിറമുള്ള ജീവിത പീലി തന്നു, അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരുപാട് കവിതകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, അത് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ക്യാമ്പസുകളിൽ എപ്പോഴും പാടിക്കൊണ്ട് നടന്ന കവിതകളാണ്. അതുപോലെ മുരുകൻ കാട്ടാക്കട സാറിൻ്റെ രക്തസാക്ഷി, യഥാർത്ഥത്തിൽ രക്തസാക്ഷി എന്ന കവിത സാർ എഴുതി ട്യൂൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ CD സാറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ആദ്യമായിട്ട് അദ്ദേഹം അത് പ്ലേ ചെയ്യുന്നത് ഞാനുമായിട്ട് യാത്ര ചെയ്യുന്നൊരു വാഹനത്തിനകത്ത് വെച്ചാണ്. മുരുകൻ കാട്ടാക്കട സാറുമായിട്ടൊരു കവിയരങ്ങ് പരിപാടി അദ്ദേഹവും
കുരീപ്പുഴ മാഷും ഡി വിനേന്ദ്രൻ മാഷും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സണാണ്. അപ്പം മുരുകൻ കാട്ടാക്കട സാറിനെ വിളിക്കാനായിട്ട് ഞാനും ജനറൽ സെക്രട്ടറി അരുൺ വി കെയും കൂടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഈ CD ആയിട്ടാണ് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൻ്റെ അദ്ദേഹം അധ്യാപകനാണ്, സ്കൂളിൻ്റെ പുറത്തേക്ക്. ഞങ്ങൾ അദ്ദേഹത്തെ കാറിൽ കയറ്റി പോകുന്ന സമയത്ത് മുരുകൻ സാർ പറഞ്ഞു, ചിന്തേ ഈ CD ഇതിനകത്ത് ഇടാൻ പറ്റുമോ, ഒന്ന് പ്ലേ ചെയ്യുമോ, എൻ്റെ പുതിയ കവിതയാണ്, ഞാനിതുവരെ റെക്കോർഡ് ചെയ്തതിന് ശേഷം കേട്ടില്ല, കൈ കിട്ടിയതേ ഉള്ളൂ, ഒന്ന് പ്ലേ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ അരുൺ വി കെയുടെ കൈ കൊടുത്തു, വി കെ അത് പ്ലേ ചെയ്തു. അപ്പോഴാണ് ഈ രക്തസാക്ഷി എന്നുള്ള കവിത. അപ്പോൾ സാറും ഞങ്ങളും കൂടാണ് ആദ്യം ഇത് കേൾക്കുന്നത്. ഇതിൻ്റെ ആദ്യ കേൾവിക്കാർ ഞങ്ങൾ രണ്ടുപേരുമാണ്, ഞാനും അരുൺ വി കെ. അപ്പോഴേ ഞാൻ എന്നിട്ട് ഇത് പാട്ട് തീർന്നു, വീണ്ടും കവിത തീർന്നു, വീണ്ടും ഇടാൻ പറഞ്ഞു. ഞങ്ങളുടെ യാത്ര എത്തിച്ചേരുന്നത് വരെ എനിക്കൊന്ന് മലയങ്കീഴോ മറ്റോ ഒരു കോളേജിലായിരുന്നു കവിയരങ്ങ്, അവിടം വരെ ഞാനിത് കേട്ടോണ്ടിരുന്നു. അപ്പം എൻ്റെ അടുത്ത് മുരുകൻ സാറ് പറഞ്ഞു, ഇത് ചിലപ്പോൾ ഹിറ്റാവാൻ സാധ്യതയുണ്ട്, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്നത്. അപ്പോൾ അതിൽ വരികൾ, അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്ക് കണ്ണും കരുത്തുമായി, അങ്ങനെ തുടങ്ങുന്ന എനിക്ക് വരികൾ പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷെ ഓരോ ഭാഗവും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു എന്താണ് പറയേണ്ടത്, ഒരു നമുക്ക് പരിചിതമായ ആ സമയത്തൊക്കെയാണ് ഞാൻ നേരിട്ട് അജയപ്രസാദിൻ്റെ രക്തസാക്ഷിത്വം കണ്ട് വന്ന സമയമാണ്. പ്രിയപ്പെട്ട അങ്ങനെ ഒരുപാട് ഓർമ്മകൾ മനസ്സിലിങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. അപ്പം ആ കവിത ആദ്യം കേട്ടു എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. പിന്നീട് ഇത്തവണ ഞങ്ങൾ കൊല്ലത്ത് വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഒരു പാട്ട്, കൊല്ലത്തിൻ്റെതായ ഒരു പാട്ട്, ഒരു സ്വാഗത ഗാനം വേണം എന്ന് പറഞ്ഞു. അന്ന് ചെയർമാൻ ബാലഗോപാൽ സഖാവാണ് നമ്മുടെ ധനമന്ത്രി. അപ്പോൾ ബാലഗോപാൽ സഖ പറഞ്ഞു, ഞാൻ അന്ന് റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്, അപ്പം ഞാനന്ന് പെട്ടെന്ന് ഞങ്ങൾ കൊല്ലത്തിൻ്റെ ഒരു പാട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ, പ്രകാശ് കലാകേന്ദ്രവുമായി ബന്ധപ്പെട്ടെല്ലാം പ്രവർത്തിക്കുന്ന സിദ്ദിഖിനോട് പറഞ്ഞു, ഹ്യൂമൻ സിദ്ദിഖ് എന്നാണ് പേര്, സിദ്ദിഖിനോട് പറഞ്ഞു ഒരു കവിത എഴുതാൻ പറഞ്ഞു. എന്നാൽ സിദ്ദിഖ് നല്ല വരികളാണ്, അത് കൊല്ലത്തിൻ്റെ എല്ലാ പ്രത്യേകതകളുമുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് കൊല്ലത്തിൻ്റെ കഥകളി, കായൽ, കടൽ, അതുപോലെ തന്നെ നമ്മുടെ തെന്മല, കൊല്ലത്തിൻ്റെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലകൾ എല്ലാം അതിൽ പറഞ്ഞു പോകുന്ന തരത്തിൽ, കശുവണ്ടി തൊഴിലാളികളുടെ ചരിത്രം, കുണ്ടറ വിളംബരത്തെ പറ്റി എല്ലാം പരാമർശിച്ചു പോകുന്നൊരു മനോഹരമായ കവിത. നല്ല സംഗീതം കൊടുത്തു. അത് നമ്മുടെ ഒരു ബാലസംഘത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള അതുൽ നൃത്താവിഷ്കാരം നടത്തി. കൊല്ലത്തിലെ കുട്ടികളെല്ലാം അത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ അത് ഡാൻസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് പ്രൊഡക്ഷനകത്ത് ഭാഗമാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തു, സിദ്ദിഖിനെ ഇത് ഏൽപ്പിക്കുന്നു, അതെല്ലാം വന്ന അവസാനം അതൊരു പാട്ടായി, മനോഹരമായൊരു പാട്ടായി പുറത്തു വന്നു. വലിയ അപ്രീസിയേഷൻ ഉണ്ടായി, എല്ലാവരും വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. CM-ഉം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന കോർഡിനേറ്ററായിരുന്ന പ്രകാശ് കാരാട്ട് സഖാവും PB മെമ്പർമാരും എല്ലാവരും ഉള്ള വേദിയിൽ നിറഞ്ഞ ആശ്രാമ മൈതാനത്ത് അത് അവതരിപ്പിക്കപ്പെട്ടു. അപ്പം അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു ഓർമ്മയാണ്. പാട്ടുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് മനസ്സിലുള്ളത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റി. പാടാൻ കഴിയില്ലെങ്കിലും ഈ പാട്ടുകളൊക്കെ ആസ്വദിക്കാറുണ്ടല്ലോ, അപ്പം നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന പാട്ടുകളാണ്. ഇനി ഒരുപാട് പാട്ടുകളുണ്ട്, ഓർത്തെടുത്താൽ പറയാൻ ഒരുപാട് പാട്ടുകളുണ്ട്. പപ്പ എപ്പോഴും ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, അത്തരം വരികളൊക്കെ പപ്പ എപ്പോഴും പാടാറുണ്ട്. അപ്പം പപ്പ പാടുന്നത് എനിക്കിപ്പോഴും മനസ്സിലൊരു സങ്കടം എന്ന് വെച്ചാൽ, പപ്പ പാടുന്ന ഒരിക്കൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വച്ചിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ ഫോണിൽ നിന്നത് ഫോർമാറ്റ് എന്തോ ആയി അത് പോയി. അപ്പം പപ്പ മരിച്ചു കഴിഞ്ഞ് ഞാൻ കുറേ ആ പാട്ട്, ആ വീഡിയോ കിട്ടുമെന്നെല്ലാം നോക്കിയായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ പപ്പ അങ്ങനെ ഇരുന്ന് പാട്ടെല്ലാം പാടും. അപ്പോൾ പപ്പ സ്വന്തമായിട്ട് എന്താണ് വരികൾ ഉണ്ടാക്കിയൊക്കെ പാടും. അപ്പോൾ അതെല്ലാം വലിയ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ പാട്ടുകൾ എപ്പോഴും നമ്മളെ കൂടുതൽ നല്ല നല്ല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും, അതുപോലെ നമ്മളെ കൂടുതൽ ഫ്രഷ് ആക്കും, നമുക്ക് പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് തരും. അതൊരു തെറാപ്പി തന്നെയാണ് ശരിക്കും. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം റിഫ്രഷ് ആകാൻ, ഹാപ്പി ആയിട്ട് പോകാൻ എല്ലാം ഉപയോഗപ്പെടുന്ന തരത്തിൽ ആണ് പാട്ടുകൾ എപ്പോഴും ഉള്ളത്. കലയുടെ ഒരു വലിയ കഴിവ് അത് തന്നെയാണ്, മനുഷ്യനെ കൂടുതൽ
നവീകരിക്കാനും നല്ല ഇൻഡിവിജ്വൽസ് ആക്കി മാറ്റാനും എല്ലാം കലയ്ക്കും സംഗീതത്തിനും എല്ലാം സാധിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പാട്ടുകൾ കൂടുതൽ ആസ്വദിക്കാം. ഈ പാട്ടുകൾ ഓർത്തെടുക്കാനും പറയാനും ഒക്കെ കാരണമായത് പ്രിയപ്പെട്ട ശ്രീ ജിതേഷ് ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതുകൊണ്ടാണ്. വർഷങ്ങളുടെ പരിചയമാണ് ശ്രീ ജിതേഷും കുടുംബവുമായിട്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് നന്മ എന്നാണ്. അപ്പോൾ ആ പേര് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ നന്മ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ കുഞ്ഞിന് അങ്ങനെ ഒരു പേര് അദ്ദേഹം ഇട്ടത്. അപ്പോൾ ഒരു തിരുവനന്തപുരം നഗരത്തിലേക്ക് വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ JD സിംഫണി എന്ന് പറയുന്ന പ്രോഗ്രാം, അത് നല്ലൊരാശയമാണ് വരുന്നത്. പാട്ടുകളെക്കുറിച്ച് പറയുന്നൊരു സെഗ്മെൻറ്റ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. JD സിംഫണിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.